CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം പോർക്കളങ്ങാട് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുത തൂണിലിടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. പോർക്കളങ്ങാട് സ്വദേശി മുസ്ലിം വീട്ടിൽ മജീദിന്റെ മകൻ 49 വയസ്സുള്ള ഇല്യാസാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നറുക്കെടുപ്പ് ബുധനാഴ്ച നടക്കും. 56 അപേക്ഷകളാണ് ഇത്തവണ ലഭിച്ചത്. പോർക്കുളം മങ്ങാട് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മങ്ങാട് വീട്ടിൽ മോഹനന്റെ മകൻ 35 വയസ്സുള്ള മഹേഷാണ് മരിച്ചത്. മില്ലുകാർ നെല്ല് സംഭരിക്കാത്തത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ചാലുശ്ശേരി പഞ്ചായത്ത് പെരുമണ്ണൂർ പാടശേഖരത്തിൽ കിലോ കണക്കിന് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. ഇടതുമുന്നണിയുടെ സംസ്ഥാനതല സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ കുന്നംകുളം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ റോഡ് ഷോ നടത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വടക്കേക്കാട് മേഖലയിൽ കേന്ദ്രസേന പോലീസ് സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. കേന്ദ്ര സായുധ സേനയായ SSB സേനാംഗങ്ങളും വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും മാർച്ചിൽ പങ്കെടുത്തു. കണ്ടെയ്നറുകളിലും മറ്റും ഇന്ധനം നൽകരുതെന്ന നിർദ്ദേശം യാത്രക്കാരെ വലിക്കുന്നതായി ആക്ഷേപം. പെട്രോളും ഡീസലും കണ്ടെയ്നറുകളിലും മറ്റും നൽകരുതെന്നും ലംഘിക്കുന്ന പമ്പുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വേലൂർ ഫൊറോന CLCയുടെ നേതൃത്വത്തിൽ 464 ലോക CLC ദിനാചരണവും ജനറൽ ബോഡി യോഗവും തലക്കോട്ടുകര പള്ളി വികാരി ഫാദർ ക്ലെമന്റ് വാഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായി നടക്കുന്ന കലാസന്ധ്യയ്ക്ക് തുടക്കമായി. പ്രശസ്ത കളമെഴുത്തുപാട്ട് കലാകാരൻ കല്ലാറ്റ് മണിക്കണ്ഠക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പ്രഭാത് മല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രശസ്ത മേളപ്രമാണി വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായർ, ക്ഷേത്ര അടിയന്തര മേളക്കാരൻ മണികണ്ഠൻ, രാജുമാരാർ, ദൂതിദള പുരസ്കാര ജേതാവ് ഗൗരിനന്ദനൻ, ക്ഷേത്രം ജീവനക്കാരി ലക്ഷ്മിയമ്മ, മാധ്യമപ്രവർത്തകരായ ഹരിയിലത്ത്, രവി കുനത്ത്, വാർഡ് മെമ്പർ TA ശശി എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. 29ാം പാലയൂർ മഹാതീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള പാലയൂർ ബൈബിൾ കൺവെൻഷൻ അഭിഷേകാഗ്നിക്ക് തുടക്കമായി. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടക്കിയിരിക്കുന്ന പരിശുദ്ധനായ സ്ലീബാമോർ ഒസ്താത്തിയോസ് ബാവായുടെ 96ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് താഴത്തെപ്പാറ സെന്റ് തോമസ് ചാപ്പലിൽ നിന്ന് ആരംഭിച്ച വിശ്വാസ പ്രഖ്യാപന വാഹന വിളംബര റാലിക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ സ്വീകരണം നൽകി. കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറയും ഇഫ്താർ സംഗമവും നടത്തി. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടന്ന ഇഫ്താർ സംഗമം കേച്ചേരി മഹല്ല് പ്രസിഡന്റ് മൊയ്തുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രസിദ്ധരായ കഥകളി കലാകാരന്മാരെ വാർത്തെടുത്ത തിച്ചൂർ കാവുങ്ങൽ കളരി വീണ്ടും സജീവമാകുന്നു. പുനരുദ്ധാരണം നടത്തിയ കാവുങ്ങൽ കളരിയുടെ ആചാര്യ പദവി കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനാശാൻ ഏറ്റെടുത്തു. കോട്ടപ്പടി കപ്പിയൂർ പ്രാർത്ഥനാലയത്തിൽ വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാൾ ഭക്തിയാദരപൂർവ്വം ആഘോഷിച്ചു. ചാലുശ്ശേരി കുന്നത്തേരിയിലെ TP ഉണ്ണികൃഷ്ണൻ സ്മാരക വായനശാല നാട്ടുകാർക്കായി ഇഫ്താർ വിരുന്നൊരുക്കി. ഗുരുവായൂരിലെ ഹിന്ദു ഏകതാ സമ്മേളനം സമ്പോധ് ഫൗണ്ടേഷൻ കേരളത്തിന്റെ മുഖ്യാചാര്യൻ സ്വാമി ആധ്യാത്മാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപപ്രോജ്വലനം നടത്തിയ യോഗത്തിൽ SNDP ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് PS പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പന്നിത്തടം ജനറൽ വർക്കേഴ്സ് NITUC യൂണിയന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF മെമ്പർമാരെ അനുമോദിച്ചു. NITUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ഗാർഹിക വാണിജ്യ മേഖലകളിലെ പാചകവാതക ദൗർലഭ്യം പരിഹരിക്കണമെന്നും അന്യായമായ വിലവർദ്ധനവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബ്രഹ്മകുളം വൈലി ഭഗവതി ക്ഷേത്രത്തിൽ വൈലി മഹോത്സവം നടന്നു. രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, 7 മണിക്ക് പ്രഭാതപൂജ എന്നിവ നടന്നു. മുല്ലപ്പള്ളി സത്യനാരായണ തിരുമേനി പൂജാകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. BSc നഴ്സിംഗ് 10ാം റാങ്ക് നേടിയ മുഹസിന, BSc റേഡിയോളജി ഫസ്റ്റ് ക്ലാസ് നേടിയ നിവേദിത എന്നിവരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുന്നയൂർക്കുളം വെസ്റ്റ് മേഖലാ കമ്മിറ്റി അനുമോദിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.